students, welcome to Bosco Campus Vision. So we are on the last portion of our essay, that means procedure of settlement of cases, which is defined under 245D of the Income Tax Act of 1961. So this is Asha SP, Assistant Professor of PG Department of Commerce. So we shall discuss with the balance section of our essay. So, we will discuss the point on the last class. So, today we are going to discuss about the balance 4 points. So, look into the points. Every order passed by the Settlement Commissioner shall provide for the terms of settlement, including tax, interest or penalty, and the order of the Settlement Commission shall be final. Settlement Commission ഓരോ കേസ് വെരിഫൈ ചെയ്യപ്പെടും. അതിൽ ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി അതിന്റെ എല്ലാ കാര്യങ്ങളും ആ കേസിൽ അല്ലെങ്കിൽ ആ ഓർഡറിൽ വന്നിരിക്കണം. സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഓർഡർ ഷാൽ ബി റിഗാർഡ് ആസ് ഫൈനൽ. സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഓർഡറാണ് നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, ഫൈനൽ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, so it shall comply with all the provisions relating in terms of tax, interest and penalty, and where the additional amount of settlement commission പറയും ഇത്ര additional amount of tax assessee അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് assessee അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ within a period of 35 days where the additional amount of tax is not paid by the assessee, within 35 days the assessee shall be liable to pay an interest of 1.25% of tax for every month. So, എത്ര രൂപയാണോ അയാൾ ടാക്സ് ആയിട്ട് അടയ്ക്കാത്തത് ആ എമൗണ്ടിന്റെ 1.25% ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് അയാൾ എല്ലാ മാസവും അടയ്ക്കണം. ഓക്കെ, അതാണ് അയാളുടെ പെനാൽറ്റി എന്ന് പറയുന്നത്. ഇൻ കേസ് സെറ്റിൽമെന്റ് ബിക്കംസ് വോയിഡ്, ഇനി സെറ്റിൽമെന്റ് കമ്മീഷൻ ഇറക്കിയ ഓർഡർ വോയിഡ് മീൻസ് ക്യാൻസൽ ആവുകയാണെന്നുണ്ടെങ്കിൽ then the commissioner shall complete the proceedings. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആ പ്രൊസീഡിങ്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ ചെയ്യണം. and it shall be completed before the expiry of 2 years from the end of that particular financial year. എവിടെയാണോ ആ ഫിനാൻഷ്യൽ ഇയർ, ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിന് ശേഷം നെക്സ്റ്റ് 2 ഇയേഴ്സിനുള്ളിൽ ആ പ്രൊസീഡിങ്സ് തീർത്തിരിക്കണം. then the provision of limitation ഇവിടെ പറഞ്ഞല്ലോ 2 ഇയേഴ്സിനുള്ളിൽ തീർത്തിരിക്കണമെന്ന്. ഇനി ഇതൊന്നും എന്തിന് ആപ്ലിക്കബിൾ അല്ല, റിലേറ്റിംഗ് ടു അസസ്മെന്റ് ഡൺ ബൈ ദി ഇൻകം ടാക്സ് ഓഫീസർ. അസസ്മെന്റ് എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കും. what do you mean by assessment? The process of computing total income as well as tax liability. അസസ്മെന്റും ബാക്കി കാര്യങ്ങളും ഇൻകം ടാക്സ് ഓഫീസർ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. കേസിന്റെ വഴിക്ക് നടക്കും. അപ്പൊ ഇതൊന്നും അസസ്മെന്റിനെയോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ നടത്തുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഒരു ഡിസിഷനെയും ഈ പർട്ടിക്കുലർ ഡിസിഷൻസ് ബാധിക്കുന്നതല്ല. So that's all about with the 14 points relating to procedure of settlement commission, which is defined under section 245D of the Income Tax Act of 1961. So നിങ്ങൾ എന്തെനിക്ക് വാട്സ്ആപ്പ് ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഈ 14 പോയിന്റ്സ് ഒരുമിച്ച് ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. Okay, so that's all about with today's session. This is Asha SP signing off from Bosco Campus Vision.